Hello all. Today we are going to discuss about quantitative techniques. QT introduction ആണ്. അതായത് quantitative techniquesന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what do you mean by quantitative techniques? Quantitative techniques എന്ന് പറഞ്ഞാൽ എന്താ? Quantitative techniques is nothing but numerical and mathematical tools that will help a person in making decisions. ഒരാൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ സഹായിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ബിസിനസ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഒരു ബിസിനസ് മാൻ എന്തുണ്ട്, ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട്. അവിടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കാം. ഇത്തരം മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കാം, അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലംസിന് അയാൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ നത്തിങ് ബട്ട് ന്യൂമറിക്കൽ ഓർ mathematical tools which help a decision maker in analysis for the purpose of decision making. അയാൾക്ക് അയാളുടെ ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് പലതും അനലൈസ് ചെയ്യേണ്ടി വരും. ആ അനാലിസിസിന് അയാളെ സഹായിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് അതേപോലെ ന്യൂമറിക്കൽ ടൂൾസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് എന്ന് പറയാം. സോ അതിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് can be defined as those which provide decision maker with systematic and powerful means of analysis and help in exploring policies for achieving predetermined goals. And QT helps the businessman in many fields for taking decisions. ഒരു ബിസിനസ്മാനെയും ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒരുപാട് സഹായിക്കും. പ്രൊഡക്ഷൻ, ഇൻവെൻട്രി കൺട്രോൾ, കോസ്റ്റ് കട്ടിങ്, ഇത്തരത്തിലുള്ള ഏരിയാസിൽ അദ്ദേഹത്തിന് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. Next we are going to discuss about what is the classification of QT. ഈ QTനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സിനെ? 3 ടൈപ്പ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ആണ് നമ്മൾ പറയാറ്. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ്, പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ്. ഇങ്ങനത്തെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. ഓരോന്നും എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പേരിലുള്ള പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ ടെക്നീക്ക് ഇൻ വിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആർ യൂസ്ഡ് അലോങ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് എന്ത്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ബേസിക്കലി മാത്സിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അവിടുന്ന് കടമെടുത്തിട്ടുള്ള കുറേ കോൺസെപ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൻ്റെ അടിയിൽ വരുന്നത് permutations and combinations, set theory, matrix algebra, determinants, differential calculus, integral calculus, integration, differential equation. ഇതൊക്കെ നോക്കിയാൽ അറിയാം ഇതൊക്കെ മാത്സിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ മെയിനായിട്ട് നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നത് ആകെ 2 മാത്തമാറ്റിക്കൽ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അതിലൊന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, രണ്ടാമത്തെ സെറ്റ് തിയറി. അത് രണ്ടും കറക്റ്റ് അവിടെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിലിൽ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, സെറ്റ് തിയറി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. Statistical quantitative techniques എന്ന് പറഞ്ഞാൽ these are techniques used in conducting statistical inquiry concerning a certain phenomenon. They include all statistical methods from collection of data to its interpretation. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുക, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ ഓക്കെ, ആ റിസർച്ച് തുടങ്ങി അവസാനിക്കുന്നവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ ഓക്കെ, അതിനൊക്കെ വേണ്ടുന്ന ടെക്നീക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ള വിഷയമായിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യും, പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യും, പിന്നെ അതിനെ ടാബുലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ അനാലിസിസ് എന്താ പറയുക നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നീക്സും എവിടെ വരും, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സിൽ വരും. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ പറയുന്ന ഇതെന്തൊക്കെയാ വെച്ചാൽ കളക്ഷൻ ഓഫ് ഡേറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ്, ഇതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കോറിലേഷൻ റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ,
ടൈം സീരീസ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നീക്സ്, അനാലിസിസ് ഓഫ് വേരിയൻസ്, തിയറി ഓഫ് അട്രിബ്യൂട്ട്സ്. ഇതൊക്കെ ഈ ടെക്നീക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുന്ന സമയത്ത് ഡാറ്റ കളക്ടിങ് തൊട്ടിട്ട് ഇൻ്റർപ്രിട്ടേഷൻ വരെയുള്ള സ്റ്റേജസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്നീക്സ് ആണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ്. ഇതിലും നമുക്ക് ആകെ പഠിക്കാനുള്ള മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് മീൻ മീഡിയൻ മോഡ് വരെ നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ടാകും. നമുക്കിവിടെ പഠിക്കാനുള്ളതാകെ കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറയുന്ന പോർഷൻ, ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ് അനാലിസിസ് ആൻഡ് പ്രോബബിലിറ്റി തിയറി. ഇത് 4ഉമാണ് നമുക്ക് നമ്മുടെ പോർഷനിൽ ഇപ്പോൾ പഠിക്കാനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുത്ത് പഠിക്കുന്നത് ഈ 4 മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രോഗ്രാമിംഗ് ടെക്നീക്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് ടെക്നീക്സ്. ദീസ് ആർ മോഡൽ ബിൽഡിംഗ് ടെക്നീക്സ് യൂസ്ഡ് ബൈ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ മോഡേൺ ടൈംസ്. മോഡൽ ബിൽഡിംഗ് ടെക്നീക്സ് ആണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ഉണ്ടാക്കുന്ന ടെക്നീക്സ് ആണ്. ഇതിവിടെ എന്താ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി വിൽ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. എല്ലാ ഡിസിഷൻ മേക്കർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലത്തിനായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലേ? ആ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വി ട്രൈ ടു ലിങ്ക് ദിസ് പ്രോബ്ലം ടു സം സോർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. നമ്മുടെ ഈ പ്രശ്നത്തിനെ നമ്മൾ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റായിട്ട് എന്ത് ചെയ്യാൻ നോക്കും, ലിങ്ക് ചെയ്യും. ആൻഡ് വി ക്രിയേറ്റ് എ മോഡൽ. ഓക്കെ, ആൻഡ് വി ട്രൈ ടു ക്രിയേറ്റ് എ സൊല്യൂഷൻ ഫോർ ദിസ് മോഡൽ. നമ്മൾ ഒരു പ്രോബ്ലത്തെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനൊരു മോഡൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് വി ഓൾസോ ട്രൈ ടു ക്രിയേറ്റ് എ സൊല്യൂഷൻ ഫോർ ദിസ് മോഡൽ. ഒരു ഇക്വേഷൻ പോലെയോ എങ്ങനെയെങ്കിലും നമ്മൾ അതിനൊരു മോഡലാക്കി മാറ്റിയിട്ട് അതിന് നമ്മളൊരു സൊല്യൂഷനും ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദെൻ വി ടെസ്റ്റ് ഔട്ട് ദിസ് സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ ടെസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, വെദർ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. ഈ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കും. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വി ട്രൈ ടു മേക്ക് ചേഞ്ചസ് ഇൻ ഇറ്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രോഗ്രാമിംഗ് ടെക്നിക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം പ്രൊഡക്ഷനിൽ ഓക്കെ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? എപ്പോഴും നമുക്ക് എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നറിയില്ല. അപ്പം നമ്മൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു മോഡൽ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് ഓരോ വേരിയബിളും അനലൈസ്. ഇപ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക, എത്രമാത്രം സെയിൽസ് ഉണ്ട്, ഓക്കെ, അതേപോലെ ഇൻപുട്സ് എൻ്റെ വില, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡൽ, ഒരു ഇക്വേഷൻ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ടെസ്റ്റഡ് ഔട്ടായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോ പ്രാവശ്യവും എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ മോഡലിൽ നമ്മൾ നമ്മുടെ വേരിയബിൾസ് അപ്ലൈ ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇതിനെയാണ് പ്രോഗ്രാമിംഗ് ടെക്നീക്ക് എന്ന് നമ്മൾ പറയാം. ഇറ്റ്സ് ജസ്റ്റ് മോഡൽ ബിൽഡിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ പൊതുവെ നമ്മൾ പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, തിയറി ഓഫ് ഗെയിംസ്, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, സെർച്ച് തിയറി, റീപ്ലേസ്മെൻറ്റ്, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, കുറേ ഉണ്ട്. ഇതുമല്ല, ഇതിനേക്കാൾ കൂടുതൽ കുറേ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, അതേപോലെ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ആക്ച്വലി നമുക്ക് ഇന്ന് ബിസിനസ്സിൽ, എക്സ്പെഷ്യലി ബിസിനസ്സിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മുടെ പോർഷൻസിൽ ഈ അതായത് ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നീക്സ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നില്ല. നമ്മളാകെ മാത്തമാറ്റിക്കൽ ടെക്നീക്സിലെ ആ സെറ്റ് തിയറിയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസും, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക്സിൽ വരുന്ന പ്രോബബിലിറ്റി, പിന്നെ അതേപോലെ ഇൻഡെക്സ് നമ്പേഴ്സ്, കോറിലേഷൻ റിഗ്രഷൻ ആൻഡ് ടൈം സീരീസ്, ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന, അത് നമുക്ക് ഹൗ ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ us. ഫസ്റ്റ് വൺ, ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതെ, അത് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ്. ഓക്കെ, പ്രൊവൈഡ്സ് ടൂൾ ഫോർ സയൻറ്റിഫിക് റിസർച്ച്. ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചിന് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ, ഡാറ്റ കളക്ഷൻ, അതേപോലെ അതിൻ്റെ അനാലിസിസ്, ടൈം സീരീസ്, ഇതൊക്കെ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ്. എനേബിളിംഗ് പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെഷ്യലി ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബിസിനസ്സിൻ്റെ ഉള്ളിലെ റിസോഴ്സിനെ കൃത്യമായിട്ട്
എന്താ പറയുക ഡിപ്ലോയ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. കാരണം ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. മാൻ പവർ ഉണ്ട്, പിന്നെ റോ മെറ്റീരിയൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ഇൻ ചൂസിങ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി. ഒരു ബിസിനസ്സിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി അവരുടെ കോമ്പറ്റീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് സ്ട്രാറ്റജി സെലക്ഷനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് യൂസ് ചെയ്യാം. ഹെൽപ്സ് ഇൻ മിനിമൈസിങ് കോസ്റ്റ് റിഡക്ഷൻ. ബിസിനസ്സിൽ മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ നോക്കുക. പ്രൊഡക്ഷനൊക്കെ ആണെങ്കിലും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോസ്റ്റ് റിഡക്ഷൻ ഏരിയയിലൊക്കെ നമുക്ക് അനാലിസിസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് യൂസ് ചെയ്യാം. ഓക്കെ. എയ്ഡ്സ് ഇൻ ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ സീക്വൻസ് ഓഫ് പെർഫോമിങ് എ ജോബ്. അതായത് ഏതൊരു ജോലിയും ഒരുപാട് രീതിയിൽ ചെയ്യാം. ഓക്കെ, എവറി ജോബ് ക്യാൻ ബി ഡൺ ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. പക്ഷേ ഇതിൽ ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ് അല്ലെങ്കിൽ ബെസ്റ്റ് സീക്വൻസ് ഓഫ് ഡൂയിങ് എ ജോബ് ഉണ്ടാവും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഏറ്റവും ടൈം സേവിങ് ആയിട്ടുള്ളൊരു വേ ഉണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കാൻ, അത് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് QT ഓർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ്. ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ QT ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ഏരിയയിലാണ്? ഫസ്റ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. പ്രൊഡക്ഷനിൽ വൈഡായിട്ട് നമ്മൾ QT യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഏത് രീതിയിലാണ് ആ പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്, ആദ്യം ഏത് മെഷീൻ യൂസ് ചെയ്യണം, പിന്നെ എന്ത് യൂസ് ചെയ്യണം, അങ്ങനെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ്റെ പ്ലാനിങ്ങിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയാം. ഏത് ടൈമിലേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് തീർക്കണം. ഓക്കെ, ഈ ഏരിയാസിലൊക്കെ ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ പർച്ചേസ് ആൻഡ് ഇൻവെൻട്രി ഡിസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ടിൻ്റെ ഇൻവെൻട്രിയും ഔട്ട്പുട്ടിൻ്റെ ഉണ്ട്. അതായത് നമ്മൾ എത്ര റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രത്തോളം നമ്മൾ സ്റ്റോക്ക് വെക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻവെൻട്രി ഡിസിഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? സ്റ്റോക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ തീരുമാനിക്കണം. കാരണം ഒരുപാട് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് സൂക്ഷിച്ചാലും പ്രശ്നമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് കെട്ടിക്കിടക്കുന്ന, അതായത് വിൽക്കാതെ കെട്ടിക്കിടക്കുന്ന കുറേ സ്റ്റോക്ക് ഉണ്ടെങ്കിലും പ്രശ്നമാണ്. അതേപോലെ തന്നെ തിരിച്ചുമുണ്ട്. കുറവായാലും പ്രശ്നമാണ്. റോ മെറ്റീരിയൽസ് ആണെങ്കിലും കുറഞ്ഞു പോയ പ്രശ്നമാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും നമുക്ക് സ്റ്റോക്കിലില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇതിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യും. എന്താണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻട്രി? കറക്റ്റായിട്ട് നമ്മളൊരു ബിസിനസ്സിൽ ഒരു സമയത്ത് വെക്കേണ്ട ക്വാണ്ടിറ്റി, റോ മെറ്റീരിയൽസിൻ്റെയും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി എന്താണെന്ന് തീരുമാനിക്കാനും നമുക്ക് QT യൂസ് ചെയ്യാം. ഫിനാൻസ്, ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് നമ്മൾ എങ്ങനെ ക്ലെവറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഡെഫിനറ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അത്തരം ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ പ്ലാൻ ചെയ്യുക. അതായത് എത്രമാത്രം എംപ്ലോയീസ് നമുക്ക് ഓരോ ഏരിയയിലേക്കും ഓരോ പ്രൊഡക്ഷനിലേക്കും വേണം, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, മാൻ പവറിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ, ഓരോ എംപ്ലോയി എവിടെ വർക്ക് ചെയ്യണം, എത്ര സമയം വർക്ക് ചെയ്യണം, എത്ര എംപ്ലോയീസ് വേണം, ആ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് QT സഹായിക്കും. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, അല്ലേ? ഒരു പ്രൊഡക്റ്റ് തന്നെ കുറേ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. കുറേ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം, എന്ത് ചെയ്താലാണ് ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയുക അതിലേക്ക് അട്രാക്റ്റഡ് ആവുക. അതേപോലെ മാർക്കറ്റ് റിസർച്ച് നടത്തുക. ഓക്കെ, സർവേസ് നടത്തുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, എസ്പെഷ്യലി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യും. Okay, so these are the areas where we apply quantitative techniques in business. ഇനി നമ്മൾ പറയുന്ന പോർഷൻ ലിമിറ്റേഷൻസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാത്തിലുമുള്ള പോലെ തന്നെ QTക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? ഹൈ കോസ്റ്റ് ഇൻവോൾവ് ഇൻ യൂസ്. അതെ, കോസ്റ്റ് കൂടുതലാണ്. കാരണം ഇത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ വേണം
എന്തിലേക്ക് വരാം, എന്ത് ചെയ്ത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സും എക്സ്പെഷ്യലി കുറച്ച് ഹൈ ലെവൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ഒന്നും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടുന്ന എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ വരണം. പിന്നെ ഇതിൽ പറയുന്ന ചില എക്സ്പെഷ്യലി പ്രോഗ്രാമിംഗ് ടെക്നീക്സ്, ഓപ്പറേഷൻ റിസർച്ചിൽ വരുന്ന ടെക്നീക്സ് ഒക്കെ കുറച്ച് എന്താ പറയുക കോസ്റ്റ്ലി ടെക്നീക്സ് ആണ്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഓരോ ടെക്നീക്കിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, അത് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീൻ മീഡിയൻ മോഡിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ലിമിറ്റേഷൻസ് ഒക്കെ ഡെഫിനറ്റ്ലി ഈ ടെക്നീക്കിന് ക്യൂട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും. അത് യൂസ് ചെയ്യുന്ന ബിസിനസ്സിനും ആ ലിമിറ്റേഷൻസ് വരും. പിന്നെ ഡസ് നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് ലൈക്ക് സ്കിൽ, ആറ്റിറ്റ്യൂഡ്, വിഗർ. ഇവിടെ നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ദ തിങ്സ് ദാറ്റ് യു കനോട്ട് സീ ഓർ ടച്ച്. ഓക്കെ, അത്തരം ഫാക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരാളുടെ സ്കില്ല്, ഒരു മാനേജറുടെ സ്കില്ല്, ഒരു മാനേജറിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരു എംപ്ലോയിയുടെ സ്കില്ല്, ഇതൊന്നും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ they are just tools of analysis and not a complete decision making process. അതെ, ഇത് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ടൂൾസ് മാത്രമാണ്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ദിസ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ക്യൂട്ടി കൊണ്ട് മാത്രം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് മാത്രം നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അതും കൂടി നമുക്ക് യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. Okay, so that is the limitations of QT. So അത് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ QTയുടെ ഇതാണ്. താങ്ക് യു.